തിരഞ്ഞെടുപ്പിന് പിന്നാലെ കോട്ടയം കുറിച്ചിയിൽ CPM BJP സംഘർഷം ഉണ്ടാവുകയാണ്. ആക്രമണത്തിന് RSS നേതാവിന് വെട്ടേറ്റു. ആക്രമണത്തിൽ എന്താണ് ഒരു പുതിയ വിവരം? RSS ജില്ലാ കാര്യകർത്താവായ ശ്രീകുമാരനാണ് വെട്ടേറ്റത്. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നതും ഷിനോജ് എസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഷിനോജ്, സംഘർഷ സാഹചര്യം അതിപ്പോഴും തുടരുകയാണോ? എപ്പോഴാണ് ഈ അക്രമം ഉണ്ടായത്? മറ്റു വിവരങ്ങൾ എന്താണ്? രതീഷ്, ഇന്നലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഘർഷങ്ങളൊക്കെ തുടങ്ങുന്നത്. ഇന്നലെ രാത്രി 1 മണിക്ക് ഈ കുറിച്ചി പഞ്ചായത്ത് അംഗവും BJP സ്ഥാനാർത്ഥിയുമായിട്ടുള്ള മഞ്ജീഷിന്റെ വീട്ടിൽ ഇത്തരത്തിൽ CPM പ്രവർത്തകർ കയറി ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ മഞ്ജീഷിന്റെ വീട്ടിൽ മറ്റൊരു സുഹൃത്തായിട്ടുള്ള മനോജ്, ഒപ്പം ഈ RSS നേതാവായിട്ടുള്ള ശ്രീകുമാരൻ, ഇവർ 3 പേർ അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ആക്രമണം നടക്കുന്നതിനിടയിൽ DYFI പ്രവർത്തകർ ചേർന്ന് ഈ RSS ജില്ലാ കാര്യകർത്താവായിട്ടുള്ള ശ്രീകുമാരന്റെ തലയ്ക്ക് വെട്ടി എന്നതാണ് നിലവിൽ ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമെന്ന് പറയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2 DYFI പ്രവർത്തകരെ ചിങ്ങവനം പോലീസ് ഇതിനോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിഖിൽ, വിഷ്ണു എന്നീ 2 DYFI പ്രവർത്തകരാണ് നിലവിൽ ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. അതേസമയത്ത് തന്നെ ഈ RSS ജില്ലാ കാര്യകർത്താവായിട്ടുള്ള ശ്രീകുമാരൻ, ഒപ്പം ഈ വീട്ടിലുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയുമായിട്ടുള്ള മഞ്ജീഷ്, അതുപോലെ തന്നെ മനോജ്, ഈ 3 പേരും നിലവിൽ ഇപ്പോൾ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. എന്തായാലും മേഖലയാണോ? അങ്ങനെ സംഘർഷ സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നതാണോ? സംഘർഷബാധിത മേഖലയാണോ? ഇനിയും സംഘർഷത്തിന് സാധ്യതയുണ്ടോ? ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടോ? നേരത്തെ ഇത്തരത്തിൽ സംഘർഷബാധിതമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് RSS CPM സംഘർഷമൊന്നും തന്നെ നേരത്തെ കുറിച്ചിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. കുറിച്ചി എന്ന് പറയുന്നത് പരമ്പരാഗതമായി CPMന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു തരത്തിലുള്ള ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ അല്പസമയം തന്നെ ഉണ്ടാകും. പോലീസ് സ്ഥലത്ത് നിലവിൽ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ പോകുമോ എന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ അറിയാം. ശരി, ഷിനോജ് എസ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.